ഹായ്, ആദികുട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഷോർട്ട് വീഡിയോ പോലും കണ്ടിട്ട് 5-6 ദിവസമായല്ലേ. അപ്പം ഞാൻ ഒരു 3-4 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഒരു അർജൻറ്റ് നമ്മുടെ ഇതിലുള്ള ഒരു കുട്ടിക്ക് പകരം അവർക്കൊരു മരണമായപ്പോൾ ഒരു നോർമൽ, ഞാൻ പോയിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ ശമ്പളം കുറവുള്ളൊരു നോർമൽ കെയറിന് വേണ്ടി എനിക്ക് പോകേണ്ടി വന്നു. ഇങ്ങനെ പോയിട്ട് ഇന്ന് വന്നു. ഇന്നിപ്പം ഇതേ നമ്മുടെ അമ്പലത്തിൽ ഇന്ന് പ്രദോഷമാണ്. ഞാൻ ഇന്നലെ അവിടെ വ്രതം നിൽക്കുകയായിരുന്നു. ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നു ഞാൻ പോയത്. ആദ്യമായാണ് ഞാൻ അങ്ങനെ, ഇപ്പം ജാതി അങ്ങനെ ഒന്നുമില്ലല്ലോ, നല്ലൊരു കുടുംബമായിരുന്നു. അങ്ങനെ അതും ഓച്ചിറയായിരുന്നു. ഓച്ചിറ ചെന്നിട്ട് പിന്നെയും 150 രൂപ അങ്ങോട്ട് ഓട്ടോയിൽ ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് പോയി. ഇങ്ങോട്ട് 13 രൂപ ബസ്സിനായിരുന്നു. നല്ലൊരു കുടുംബത്തിലാണ് ഞാൻ പോയത്. നല്ല ആൾക്കാർ, നല്ല ഒരിത്. അപ്പം ഇന്ന് വന്നു. ഇത്തിരി നോർമൽ കെയർ എന്നൊക്കെ പറയുന്നു എങ്കിലും അവിടെ ചെന്ന് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ പ്രാക്ടീസൻസ് വായിച്ച ഒരമ്മ, അവർക്ക് ബാലൻസിൻ്റെ പ്രശ്നം, പിന്നെ ഇത്തിരി ഇത് അല്ലാതെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ഉമ്മയായിരുന്നു. എന്തായാലും നിൽക്കുന്ന പെണ്ണെന്ന് വന്നു. അവരൊക്കെ ഒരു മരണമായതുകൊണ്ടാണ്. പിന്നെ ഈ ഉമ്മയ്ക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റന്നാൾ അവരൊരു ബോട്ട് യാത്ര പോകുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന പെണ്ണിനല്ലേ കൊണ്ടുപോകാനുള്ളത്. എനിക്കതിന് മുമ്പേ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വന്നാൽ മതിയായിരുന്നു. കാര്യം ഉമ്മയ്ക്ക് ബാലൻസിൻ്റെ ഒരിതും, പിന്നെ ഇവരെല്ലാവരും കുടുംബത്തിലെ മൊത്തം മുസ്ലിങ്ങളും കുടുംബം എല്ലാവരും കൂടെ പോകുന്നതാണ്. മരുമോളും കൊച്ചുങ്ങളും ഉണ്ട്. മോൻ ഈയിടയ്ക്ക് 2 ആഴ്ച വന്ന് ഉമ്മയും പാപ്പയും കണ്ട് ഇതാക്കിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് മരുമോളും മക്കളും കൂടെ വന്നു. അവരെല്ലാം ഗൾഫിലാണ്. പിന്നെ 2 പെൺമക്കളുണ്ട്. അവർക്ക് 2 പേർക്കും ജോലിയുണ്ട്. അപ്പോൾ മരുമോളും കൊച്ചുങ്ങളും ഇപ്പോൾ ഉണ്ട്. നല്ലൊരു മരുമോളാണ്, നല്ല സ്നേഹമുള്ള. വരാൻ നേരത്ത് പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്നു. നല്ല സ്നേഹമുള്ളൊരു മരുമോള്. 2 പെൺമക്കൾ. അത് 3-ാം തീയതി പോവും. അതവിടെ ലാബ് ടെക്നീഷ്യനാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇസ്ലാമിക് ഒരു കുടുംബത്തിലേക്ക് ജോലിക്ക് പോകുന്നത്. അതും ഞാനങ്ങനെ ഞാൻ പോകുന്ന കെയറിനല്ലാതെ ഇതിന് പോകുന്നതല്ല. കാര്യം ഇതിന് ശമ്പളം നമുക്ക് മറ്റേതിന് 1000 രൂപ കിട്ടുമ്പോൾ ഇത് 800 ഇത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ആദ്യമായത് സാറ് വിളിച്ച് പറയുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പോയി നല്ലൊരു കുടുംബത്തിൽ ചെന്ന് നല്ലൊരു കുടുംബത്തിൽ അവർ എൻ്റെ നമ്പരൊക്കെ മേടിച്ചു. ഇനിയും വിളിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പ്രദോഷത്തിന് പോകാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് വീണ്ടും പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ഇന്ന് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഓച്ചിറ ഇറങ്ങിയിട്ട് ഓച്ചിറയിൽ നിന്നൊരു ഫാസ്റ്റ് കയറി കൊല്ലത്തിറങ്ങിയപ്പോൾ കാണാം പ്രിയദർശിനിയുടെ ബസ്സുകൾ ഇങ്ങനെ വരി. അപ്പം പാരിപ്പള്ളി ഇറങ്ങി തന്നെ വരണമെന്നില്ലല്ലോ. നമുക്ക് ഏത് വഴി വേണമെങ്കിലും വരാം. കൊട്ടാരക്കര വഴി വേണമെങ്കിലും വരാം, ഏത് വഴി വേണമെങ്കിലും വരാം. അങ്ങനെ അല്ലാതെ പിന്നെ നമുക്ക് പാരിപ്പള്ളി വഴിയല്ലാതെ വേറെ വഴിയുള്ള ബസ് ഞാൻ നോക്കിയപ്പോൾ കിടക്കുന്നു. അപ്പോൾ അതിൽ കയറി കൊല്ലം കുണ്ടറ, അങ്ങനെ അതിൽ കയറി പിന്നെ അവിടെ അത് കൊട്ടാരക്കര വഴി എങ്ങോട്ടാ പോകുന്നതാണ്. അതിൽ കയറി ഞാൻ എന്തായാലും പാരിപ്പള്ളി വഴി ഒന്നില്ല. 55 രൂപ അതിലെ ടിക്കറ്റ്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ നിലമേ ഇറങ്ങി, നിലമേൽ നിന്ന് വന്നു. അങ്ങനെ ഇന്ന് സൗജന്യ യാത്ര 55 രൂപ. അതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ജോലിക്ക് പോകുന്നവർക്ക് അതൊക്കെ അവിടെയൊന്നും പിന്നെ രാഷ്ട്രീയവും പാർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ നമുക്ക് എപ്പോഴും അതൊരു സന്തോഷം തന്നെയാണ്. ഇന്നാളൊരു ദിവസം എൻ്റെ അമ്പാട്ടി മോളെ കാണാൻ പോയിട്ട് വന്നപ്പോൾ അന്നും എനിക്ക് 28 രൂപയുടെ സൗജന്യ യാത്ര കിട്ടി. അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷയാത്ര തന്നെയാണ്. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പ്രദോഷ വ്രതമാണ് ഇന്നത്തെ
പ്രദോഷവ്രതം ഒരു ഒരുപാട് എല്ലാ മാസത്തിലും 2 പ്രദോഷമുണ്ട്. ആദ്യത്തെ വെളുത്ത പ്രദോഷവും അവസാനത്തെ കറുത്ത പ്രദോഷവും. പക്ഷേ ഇന്നത്തെ ശനിയാഴ്ച വന്നതുകൊണ്ട് ഇന്നത്തെ പ്രദോഷത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള പ്രദോഷമാണ് എന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും ഞാൻ കണ്ടു അതിലൊക്കെ. അപ്പം ഞാൻ ഇന്നലെ അവിടെ വ്രതം നിൽക്കുകയായിരുന്നു. മുസ്ലിം കുടുംബമായാലും ഞാൻ അവിടെ ഇന്നലെ വ്രതമായിരുന്നു. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായി ഞാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പം ഈ മഴ നല്ലതുപോലെ മഴ തന്നെയാണ്. ഇന്ന് നേരം വെളുത്തപ്പോഴേ മഴ തന്നെയാണ്. അപ്പം ഞാൻ പോയിട്ട് വരട്ടെ, നമുക്ക് കാണാം.